രേഖാചിത്രം മൂവി തിയേറ്ററിൽ അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനുള്ള പ്രധാന കാരണം ആസിഫ് അലി നായകൻ, അതോടൊപ്പം മമ്മൂക്കയുടെ സാന്നിധ്യം. ഇപ്പോൾ ഇതാ സിനിമയുടെ 6 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വന്നിരിക്കുന്നു. അതിലേക്ക് വരാം. അതിന്റെ മുന്നേ ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു സിനിമയുടെ 6 ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പറയുന്നതിന് മുന്നേ തന്നെ ഈ ഒരു സിനിമ നേടിയ 4 ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡിൽ നിന്ന് നേടാൻ സാധിച്ചത് വീക്കെൻഡ് കളക്ഷൻ ആയിട്ട് 28 കോടി 30 ലക്ഷം രൂപ നേടിയെന്നാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യലായിട്ട് തന്നെ അപ്ഡേറ്റ് നൽകിയിരിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ, കാരണം 28 കോടി 30 ലക്ഷം എന്ന് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് 4 ദിവസത്തേത് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ ട്രാക്ക്ഡ് കളക്ഷൻ റിപ്പോർട്ടിനനുസരിച്ച് നോക്കുന്ന സമയത്ത് ഒരു 1.5 കോടി 2 കോടി എല്ലാം കയറ്റിട്ടാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് എല്ലാവരും പുറത്തു വിടാറുള്ളത്. മാന്യമായിട്ടുള്ള ഒരു ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് രേഖാചിത്രം എന്ന മൂവിയുടേത് കാവ്യ ഫിലിംസ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് 5-ാമത്തെ ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു സിനിമക്ക് ട്രാക്ക്ഡ് കളക്ഷൻ പ്രകാരം 30 കോടിയിൽ ഇടം പിടിക്കാൻ സാധിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ വന്നതായിരുന്നു. ഇപ്പോൾ ഇതാ 6 ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 33 കോടി 70 ലക്ഷം നേടാൻ സാധിച്ചു എന്നാണ് ട്രാക്ക്ഡ് കളക്ഷൻ റിപ്പോർട്ട് നൽകി വരുന്ന എല്ലാ സൈറ്റും സൂചിപ്പിക്കുന്നത്. 6-ാം ദിവസമായ ഇന്നലെ ചൊവ്വാഴ്ച മാത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും 3 കോടി 70 ലക്ഷം രൂപയാണ് ചിത്രത്തിന് നേടാൻ സാധിച്ചിരിക്കുന്നത്. ഇന്ന് 7-ാമത്തെ ദിവസവും നല്ല രീതിയിലുള്ള ബുക്കിംഗ് ആണ് ഈ ഒരു സിനിമക്ക് വേൾഡ് വൈഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എടുത്തു പറയാനുള്ളത് ഇന്നത്തെ ഈവനിങ് ആൻഡ് നൈറ്റ് ഷോകൾക്ക് നല്ല രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം വരുന്നു. പകൽ ഷോകളെല്ലാം ഒരു 40% ഒക്യുപ്പൻസിയിലാണ് 7th ഡേയിൽ ഈ ഒരു സിനിമ കടന്നു പോകുന്നത്. ഈ ഒരു സിനിമ വേൾഡ് വൈഡ് കളക്ഷനിൽ 50 CR ഇടം പിടിക്കും എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. ടോട്ടൽ ഫൈനലി 100 CR എത്താൻ സാധിക്കുമോ എന്നുള്ളത് പലരും നോക്കുന്നുണ്ടെങ്കിലും അത് സാധിക്കില്ല എന്നും സാധിക്കുമെന്നും ഈ ഒരു കളക്ഷന്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടി സാധിക്കില്ല. രേഖാചിത്രത്തിന് വീണ്ടും ഒരു വീക്കെൻഡ് കളക്ഷൻ വരാൻ വേണ്ടി പോവുകയാണ്. സെക്കൻഡ് വീക്കെൻഡ് കളക്ഷൻ, അവിടെ ഒരു തീ പാറുന്ന ഒരു കളക്ഷൻ നേടാൻ സാധിച്ചാൽ ഈ പെട്ടെന്ന് തന്നെ ഈ ഒരു സിനിമക്ക് 50 CR ഇടം പിടിക്കാൻ വേണ്ടി സാധിക്കും. വലിയ വിജയത്തിലേക്ക് തന്നെ രേഖാചിത്രം മുന്നോട്ട് പോകുമ്പോൾ 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിക്കുമ്പോൾ 2025 വലിയ വിജയങ്ങൾ കൊണ്ടുവരാൻ മലയാള ഫിലിം ഇൻഡസ്ട്രിക്ക് സാധിക്കട്ടെ എന്നാണ് ജിനു എൻട്രി എന്ന് പറയുന്ന നമ്മുടെ ചാനലിന് പറയാനുള്ളത്. ഓക്കെ, ബൈ.